എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MG യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ നാളെ അവസാനിക്കും. അതായത് ജൂൺ 25 അവസാനിക്കും. അപ്പോൾ MG യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നാളെ വൈകുന്നേരം 5 മണിക്കുമ്പായിട്ട് നിങ്ങൾ ടെമ്പററിയോ അതല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനോ നേടേണ്ടതാണ്. വിദ്യാർത്ഥികൾ ടെമ്പററി അഡ്മിഷനാണ് നിങ്ങൾ നേടുന്നതെങ്കിൽ നിങ്ങൾ കോളേജിൽ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ ടെമ്പററി അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ കോളേജിൽ പോയിട്ട് നിർബന്ധമായിട്ടും ഫീസ് അടച്ച് അഡ്മിഷൻ നേടേണ്ടതാണ്. അതുപോലെ ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാനുമുള്ള സൗകര്യം ജൂൺ 26 ലഭ്യമായിരിക്കുക. അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ജൂൺ 25 നിങ്ങൾക്ക് ടെമ്പററിയോ അതല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനോ നിങ്ങൾക്ക് നേടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്യുക. അപ്പോൾ അതിനായിട്ടുള്ള പേജ് എന്ന് പറയുന്നത് cap.mgu.ac.in/UGP CAP 2025/login.jsp എന്നുള്ള പേജാണ്. അപ്പോൾ ഈ ഒരു പേജ് ഓപ്പൺ ചെയ്ത് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ലോഗിൻ ചെയ്യാനുള്ള ആ ഒരു ഭാഗങ്ങൾ കാണാൻ സാധിക്കും. അതായത് ഇവിടെ ലോഗിൻ ഹിയർ ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് എന്നിവ കൊടുത്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. അഥവാ നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും മറന്നു പോയിട്ടുണ്ടെങ്കിൽ കനോട്ട് ആക്സസ് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് റീസെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള പേജിലേക്ക് പോകുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഐ ഫോർഗോട്ട് മൈ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ റീസെറ്റ് മൈ പാസ്വേഡ് എന്നിങ്ങനെയുള്ള 2 ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏതാണ് നിങ്ങളുടെ ആ ഒരു റീസൺ അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നീട് വരുന്ന പേജിൽ ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും. ഇതൊക്കെ കൃത്യമായിട്ട് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, അത് കൃത്യമായിട്ട് അതിൻ്റെ ആൻസർ കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതേ രീതിയിൽ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും നിങ്ങൾക്ക് റിക്കവർ ചെയ്ത് കിട്ടുന്നത് ആയിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ അഡ്മിഷൻ നേടാനുമുള്ള ലാസ്റ്റ് ഡേറ്റ് നാളെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ടെമ്പററി അഡ്മിഷൻ എടുക്കുക എന്നുള്ള കാര്യം പറയാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യണം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണാം. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി, യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് കാണാം. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജിൽ നിങ്ങൾ ടെമ്പററി അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അവിടെ നോ ചേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, അതായത് ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ആ ഒരു മാൻഡേറ്ററി ഫീസ് അടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫീസ് നിങ്ങൾക്ക് 1575 രൂപയാണ് ജനറൽ കാറ്റഗറിക്ക് വരുന്ന ഫീസ്. അതുപോലെ SC/ST ആണെങ്കിൽ 50 രൂപയാണ് ഫീസ് വരിക. അപ്പോൾ ഈ ഒരു ഫീസ് നിങ്ങൾ അവിടെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മോഡ് ഓഫ് അഡ്മിഷൻ സെലക്ട് ചെയ്യേണ്ടാവും. അപ്പോൾ മോഡ് ഓഫ് അഡ്മിഷൻ നിങ്ങൾ ടെമ്പററി ആണ് സെലക്ട് ചെയ്തെങ്കിൽ ടെമ്പററി സെലക്ട് ചെയ്യുക. അതിനുശേഷം അത് ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ ഉണ്ടാവുക. അതേസമയം നിങ്ങൾക്ക് രണ്ടാമത്തെയോ അല്ലെങ്കിൽ മൂന്നാമത്തെയോ നാലാമത്തെയോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കാം. അപ്പോൾ നിങ്ങൾ അവിടെ ടെമ്പററി ആണ് സെലക്ട് ചെയ്തെങ്കിൽ മോഡ് ഓഫ് അഡ്മിഷൻ ടെമ്പററി സെലക്ട് ചെയ്യുക. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും അത് ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്ത ശേഷം നിങ്ങളവിടെ ടെമ്പററി അഡ്മിഷനാണ് എടുക്കുന്നത് എന്നുള്ള കാര്യം പറയാം. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ കോളേജ് എന്തെങ്കിലും മെമ്മോ എങ്ങനെ അയച്ചു കൊടുക്കണമെങ്കിൽ അത് പറയും. അതൊന്നും വേണ്ട എന്നാണെങ്കിൽ കോളേജിൽ തന്നെ നിങ്ങളുടെ ടെമ്പററി അഡ്മിഷൻ അപ്രൂവ് ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്നും നിങ്ങളുടെ കൺഫർമേഷൻ, അതായത് അലോട്ട്മെൻറ്റ് കൺഫർമേഷൻ സ്ലിപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം മോഡ് ഓഫ് അഡ്മിഷൻ എന്നുള്ള ഭാഗത്ത് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് അലോട്ട്മെൻറ്റ് മെമ്മോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതും. അതിനുശേഷം വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ നാളെ വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നത് ആണ്. അപ്പോൾ കോളേജിൽ പോകുന്ന സമയത്ത് നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷനാണ് നേടുന്നതെങ്കിൽ നിങ്ങൾ കോളേജിൽ അടക്കേണ്ട ഫീസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എടുത്തിട്ട് വേണം കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടാനായിട്ട്. അപ്പോൾ കോളേജിൽ അടക്കേണ്ട ഫീസും അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോളേജിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നാളെ വരെയാണ് ഈ ഒരു രീതിയിൽ കോളേജിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രകാരം അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കുക. നിലവിൽ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് വരെ ടെമ്പററി ആയിട്ട് തുടരാവുന്നതാണ്.
അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിന് മുന്നോടിയായിട്ടുള്ള ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റ് ചെയ്യാനും അതുപോലെ വേണ്ടാത്ത ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാനുള്ള സൗകര്യം ജൂൺ 26-ാം തീയതി വരെയാണ് അതിനുള്ള സൗകര്യം ലഭ്യമായിരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.